നമസ്കാരം. ബഹിരാകാശത്ത് അമേരിക്കയെയും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഏകദേശം 2 ലക്ഷത്തോളം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ബൃഹത് പദ്ധതിയുമായി ചൈന രംഗത്ത്. ഏതാണ്ട് 2 ലക്ഷത്തോളം ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാൻ അപേക്ഷ സമർപ്പിച്ചു. ഇത് ഭീമൻ ഉപഗ്രഹ ശൃംഖല കെട്ടിപ്പടുക്കാനുള്ള ചൈനയുടെ നീക്കമാണെന്ന ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനാണ് ചൈന ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇത്രയധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ മറ്റു രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ 2025 ഡിസംബർ 29 പുതുതായി രൂപീകരിച്ച റേഡിയോ സ്പെക്ട്രം യൂട്ടിലൈസേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ഉപഗ്രഹ ശൃംഖലകൾക്കായി അപേക്ഷ നൽകിയത്. CTC-1, CTC-2 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓരോ ശൃംഖലയിലും 96,714 ഉപഗ്രഹങ്ങൾ വീതം ഉൾപ്പെടും. ഇവ 3,660 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി വിന്യസിക്കപ്പെടും. 2 പദ്ധതികളിലൂടെ ആകെ 1,93,428 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഈ പദ്ധതി പൂർത്തിയാവുകയാണെങ്കിൽ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് ശൃംഖല വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന 49,000 ഉപഗ്രഹങ്ങളെക്കാൾ വലുതായിരിക്കും ചൈനയുടെ ഈ മെഗാ കോൺസ്റ്റലേഷൻ. 3,660 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായിട്ടായിരിക്കും ഈ ഉപഗ്രഹങ്ങൾ വിന്യസിക്കപ്പെടുക. CTC-1, CTC-2 എന്നിവ സംയോജിക്കുമ്പോൾ ബഹിരാകാശത്ത് വിന്യസിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉപഗ്രഹ സമൂഹമായി ഇത് മാറും. ഇത് ഫലത്തിൽ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഒരു വലിയ മേഖലയിൽ മറ്റു രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സാന്നിധ്യം ഇല്ലാതാക്കാൻ ഇടയാക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ ഈ നീക്കത്തിന് പിന്നിൽ സൈനിക താൽപ്പര്യങ്ങൾ ഉണ്ടെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നത്. ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നതിലൂടെ സുരക്ഷിതമായ ആശയവിനിമയ ശൃംഖലയും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള സംവിധാനവും ചൈന ലക്ഷ്യമിടുന്നു. ചൈനയുടെ ചില ഉപഗ്രഹങ്ങൾ നിലവിൽ ഭ്രമണപഥത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ വരുന്നതായി US സ്പേസ് ഫോഴ്സ് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത് മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ ഉള്ള പരീക്ഷണമാകാമെന്ന് സംശയിക്കുന്നു. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് നിശ്ചിത ഭ്രമണപഥങ്ങളിൽ മുൻഗണന ലഭിക്കും. വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് ബഹിരാകാശത്തെ നിർണായകമായ ഇടങ്ങൾ മുൻകൂട്ടി സ്വന്തമാക്കാനുള്ള തന്ത്രമാണിതെന്ന് നിരീക്ഷകർ കരുതുന്നു. ഈ ഉപഗ്രഹങ്ങളുടെ യഥാർത്ഥ ഉപയോഗം സംബന്ധിച്ച് ചൈനീസ് അധികൃതർ മൗനം പാലിക്കുന്നതിനാൽ ഈ ശൃംഖല ഒരു സുരക്ഷ അല്ലെങ്കിൽ പ്രതിരോധ ഭീഷണിയായി മാറിയേക്കാമെന്ന് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചൈന ഇൻ സ്പേസ് എന്ന പ്രസിദ്ധീകരണം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നാൻജിങ് യൂണിവേഴ്സിറ്റി ഓഫ് എയ്റോനോട്ടിക്സ് ഈ ഉപഗ്രഹങ്ങൾ താഴ്ന്ന ഭ്രമണപഥത്തിലെ വൈദ്യുത കാന്തിക ബഹിരാകാശ സുരക്ഷ, സംയോജിത സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമാതിർത്തിയിലെ വൈദ്യുത കാന്തിക ബഹിരാകാശ സുരക്ഷാ വിലയിരുത്തൽ, താഴ്ന്ന വ്യോമാതിർത്തിയിലെ സുരക്ഷാ മേൽനോട്ട സേവനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. US സൈന്യം സുരക്ഷിതമായ ട്രാക്കിങ്ങിനും ആശയവിനിമയത്തിനും ഉപയോഗിക്കുന്ന സ്പേസ് എക്സിന്റെ സ്റ്റാർഷീൽഡ് ഉപഗ്രഹങ്ങൾക്ക് സമാനമായ പങ്ക് ഈ ശൃംഖലകൾക്കും ഉണ്ടായേക്കാമെന്നാണ് ഇത് നൽകുന്ന സൂചന. ബഹിരാകാശത്ത് സ്പെക്ട്രം വിഹിതം അനുവദിക്കുന്ന ITU-വിൽ അപേക്ഷകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭ്രമണപഥങ്ങളിൽ പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് ഓപ്പറേറ്റർമാർക്ക് ചൈനയുടെ ശൃംഖലയുടെ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടാകില്ലെന്ന് ICUവിനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ചൈനയുടെ ഈ പ്രഖ്യാപനം എത്രത്തോളം പ്രായോഗികമാണെന്ന കാര്യത്തിൽ വിദഗ്ധർക്ക് സംശയമുണ്ട്. ചൈനയുടെ നിലവിലെ ശേഷി അനുസരിച്ച് പ്രതിവർഷം ഏതാണ്ട് 100 ഉപഗ്രഹങ്ങൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ. എന്നാൽ ഈ പദ്ധതി പൂർത്തിയാക്കാൻ ആഴ്ചയിൽ 500 ഉപഗ്രഹങ്ങൾ വീതം 7 വർഷം തുടർച്ചയായി വിക്ഷേപിക്കേണ്ടി വരും. റുവാണ്ട പോലുള്ള രാജ്യങ്ങൾ മുമ്പ് ലക്ഷക്കണക്കിന് ഉപഗ്രഹങ്ങൾക്കായി അപേക്ഷ നൽകിയിരുന്നെങ്കിലും അവ നടപ്പായിരുന്നില്ല. ഇതേപോലെ ബഹിരാകാശത്ത് തങ്ങളുടെ സ്ഥലം ഉറപ്പിക്കാൻ ചൈന നൽകിയ ഒരു ഡമ്മി അപേക്ഷയാണിതെന്ന് സെക്യൂർ വേൾഡ് ഫൗണ്ടേഷൻ സൂചിപ്പിക്കുന്നു. ചന്ദ്രനിൽ സ്ഥിരമായ താവളം നിർമ്മിക്കാനുള്ള മത്സരത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് വേണ്ടിയുള്ള ഈ യുദ്ധം. യുക്രൈൻ യുദ്ധത്തിൽ സാറ്റലൈറ്റ് ആശയവിനിമയം നിർണായകമായതോടെ ബഹിരാകാശം ഒരു പുതിയ യുദ്ധക്കളമായി മാറുകയാണ്.